അവിടുന്ന് ഇങ്ങനെ താഴ്ചയാണ്. ഓഫായി തോന്നുന്നു. ഇവിടെ വെച്ച് മറന്നു. ഇവിടെ ഒക്കെ ഫോറസ്റ്റ് ഏരിയ. ലെപ്പേഡാണോ റോൾ ചെയ്തിട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. കൈവിട്ട താഴോട്ട് കൊല്ലി പോവും. Human alien madness. നമ്മൾ പാക്ക് ചെയ്ത് പോവായിരുന്നു. അപ്പോൾ ഒരു മുട്ടം പണി കിട്ടി. പാക്ക് ചെയ്ത് പോകുന്നതിന് മുമ്പ് ഒന്ന് ഡ്രോൺ വിഷ്വൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഡ്രോൺ ഒന്ന് പറത്തിയതായിരുന്നു. നല്ല കോടയല്ലേ. അപ്പോൾ പറത്തിയ സമയത്ത് കോടയിലേക്ക് ഡ്രോണ് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പോയി. പിന്നെ അത് തിരിച്ചു വരുന്നില്ല. അങ്ങനെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ആയിട്ടൊന്നും വരുന്ന കാണുന്നില്ല. സിഗ്നൽ ലോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് റിമോട്ടിൽ. അങ്ങനെ പിന്നെ പണിക്കാരന് ആ സൈഡിലോട്ട് തന്നെ ഇറങ്ങി നോക്കുന്നുണ്ട്. ഇപ്പോൾ കോടയെല്ലാം ഒന്ന് ക്ലീൻ ആകാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് പണിക്കാരൻ ആ സൈഡിലോട്ട് തന്നെ ഇറങ്ങി നോക്കുന്നുണ്ട്. ഞാൻ ഇങ്ങേ സൈഡിലോട്ട് ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിക്കുന്നു. പണിക്കാരൻ അവിടെ ഉണ്ട്. ഉണ്ടോ? ഇവിടെ ഇറങ്ങി നോക്കുന്നുണ്ട്. ആ സ്പോട്ടിൽ കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് കാട് പിടിച്ച് കിടക്കല്ലേ. കാടാണ്. ഇങ്ങേ സൈഡ് മൊത്തം കാടാണ്. ഉണ്ടോ? അങ്ങേ സൈഡ് കാടാണ്. അപ്പോൾ ഈ ഏരിയയിൽ എവിടെയാണ് ഡ്രോൺ ഉള്ളത് ഒന്ന് നോക്കട്ടെ. പോയിട്ട് കിട്ടുമെങ്കിൽ രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ഡ്രോണ് പോയി. ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വരിക. ഞാൻ ആ സൈഡിൽ അങ്ങേ സൈഡ് ഒന്ന് പോയി നോക്കണം. ഇല്ല, ഞാൻ എത്തിയിട്ടില്ല. കുറച്ച് അങ്ങോട്ട് പോയി നോക്കട്ടെ. അതിൻ്റെ സിഗ്നൽ എവിടെയാണ് കാണിക്കുന്നത്? എവിടെ? അങ്ങേ സൈഡാ? ഞാൻ നടക്കുന്ന ഭാഗത്താ. പക്ഷെ അവിടെ ഇറങ്ങൽ ഭയങ്കര റിസ്ക്കാണ്. ഇങ്ങനെ കുത്തനെ താഴ്ചയാണ്. അതിലെ വഴിയുണ്ടാ? നോക്കാം. വഴിയൊന്നുമില്ലെന്നാണ് പറയുന്നത്. ഇവിടുന്ന് ഡ്രോൺ കാണിക്കുന്ന സിഗ്നൽ കാണിക്കുന്ന സ്ഥലത്ത് ഭയങ്കര ഇറക്കാണ്. അപ്പം റിസ്ക്കാണ്. നമ്മളൊന്ന് ഫയർഫോഴ്സിനെല്ലാം ഒന്ന് വിളിച്ചു നോക്കി. അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മളൊന്ന് ട്രൈ ചെയ്യട്ടെ. കിട്ടുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ പിന്നെ റോപ്പ് വേണ്ടി വരും ഇറങ്ങണമെങ്കിൽ. അതാ പ്രശ്നം. സാധാരണ പോലെ ഇറങ്ങി നടക്കാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു സപ്പോർട്ട് റോപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റും. നിങ്ങൾക്ക് കാണിച്ചു തരാം. അതൊരു മരത്തിൻ്റെ ഭാഗത്താണ് ആ ഡ്രോണ് പോയി എന്ന് കാണിക്കുന്നത്. അത് കറക്റ്റാണോ കാണിക്കുന്നത് അതും അറിയില്ല കേട്ടോ. എന്തായാലും ആ ഭാഗത്തൊന്ന് പോയി നോക്കട്ടെ. അതൊക്കെ കണ്ട ഇവിടെയാണ് കാണിക്കുന്നത്. ഈ ഭാഗത്ത് കണ്ട. ഇവിടെ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഇറക്കാണ്. അവിടെ എന്തൊക്കെയോ ഫാമാ എന്തോ കാണുന്നുണ്ട് അവിടെ ആ ഭാഗത്ത്. ആ ഭാഗത്തേക്ക് പോകാനുള്ള വഴിയുണ്ട്. പക്ഷെ അങ്ങ് താഴോട്ട് പോയിട്ടില്ല. ഈ മേലെ തന്നെ ഈ ഏരിയയിൽ എവിടെയോ കുടുക്കി കിടക്കുന്നുണ്ട്. അത് വേണ്ട, ഇതിങ്ങനെ ഇറങ്ങി പോവാണ് അങ്ങോട്ട് താഴോട്ടേക്ക്. ഇത് ഈ ഭാഗത്ത് എവിടെയോ ഞാൻ കാണിക്കുന്നത്. ആ മരയില്ലേ, ആ മരത്തിൻ്റെ സൈഡിലാണ് ഡ്രോൺ ഉണ്ടെന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാറ്ററിയും കൂടി ഡൗൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. എൻ്റെ കാല് ഇങ്ങനെ ഇറങ്ങിപ്പോവാണ്. എന്താ ഇന്ന് ഇറങ്ങിപ്പോക്കും വലിയ റിസ്ക്കാണ്. അങ്ങേ സൈഡ് കംപ്ലീറ്റ് വേണ്ട ഫോറസ്റ്റ് ഏരിയ. ഈ ഭാഗം കംപ്ലീറ്റ് ഫോറസ്റ്റ് ഏരിയ. ഇവിടെ ഒരു ഫാമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഫോറസ്റ്റ് ഏരിയ. അത് എനിക്ക് തോന്നുന്നു എന്ത് ഫാമാണോ എന്താണെന്ന് അറിയില്ല. വേണ്ട, കംപ്ലീറ്റ് കോട പോയതിന് ശേഷമുള്ള വ്യൂ ആയത്. നോക്കട്ടെ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇവിടുന്ന് എനിക്കെന്തായാലും ഇറങ്ങാൻ പറ്റില്ല. ഇങ്ങനെ ഇറങ്ങൽ റിസ്ക്കാണ്. അവിടെ റോപ്പ് കെട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. ആ മരം വരെ എത്താൻ പറ്റും. എന്തായാലും ട്രൈ ചെയ്യട്ടെ. ഞാനൊന്ന് പണിക്കാരൻ്റെ അടുത്ത് പോയിട്ട് നൗസാൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ റിമോട്ടിൽ എന്താ സ്ഥിതി എന്ന് കാണിച്ചു തരാം.
ഞാൻ വലിയൊരു മലയാണ് കേട്ടോ. മലേൻ്റെ മുകളിലാണ് ഞങ്ങളുള്ള. അതിനെക്കാട്ടി മുകളിലുള്ള ഭാഗമാണത്. കോടയുള്ള സമയത്ത് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഡ്രോൺ എങ്ങോട്ടാണ് പോയെന്ന് ഒരു ഐഡിയ ഇല്ല. സിഗ്നൽ കാണിക്കുന്ന പ്രകാരം ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്, പക്ഷെ എന്നാലും ഉറപ്പില്ല. നോക്കട്ടെ, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, എന്നിട്ട് കാണാം. ഇവിടം വരെ എങ്ങനെയെങ്കിലും ക്രോൾ ചെയ്തിട്ടെങ്കിലും പോകാൻ പറ്റും. പക്ഷേ അവിടുന്ന് ഇങ്ങനെ താഴ്ചയാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോക്കാണ് റിസ്ക്. ആ മരത്തിലാണ്, ആ മരത്തിൻ്റെ ഏരിയയിലാണ് ഡ്രോൺ കാണിക്കുന്നത് കേട്ടോ, അതിൻ്റെ സിഗ്നൽ. അവിടെ ഒരു എന്തോ ഒരു പഴയ ഒരു ഓടിട്ട് എന്തോ ഒരു സ്റ്റോർ റൂം പോലെ എന്തോ കാണുന്നുണ്ട്. എനിക്കൊന്ന് ഇവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാരെ എന്തോ ഒരു റൂമാണ് അവിടെ ഉണ്ട്. ഇങ്ങേ ഭാഗത്ത് വീടുകൾ കാണുന്നുണ്ട്. ഇങ്ങേ ഭാഗത്ത് ഫോറസ്റ്റ് ഏരിയ ഉണ്ടോ, ഇവിടെയൊക്കെ ഫോറസ്റ്റ് ഏരിയ. അപ്പോൾ ഇതൊക്കെ കാണുന്നത് അടുത്ത് കാണുന്നുണ്ടായിരുന്നു, പക്ഷെ നല്ല ദൂരം ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ദൂരമുള്ള സ്ഥലങ്ങളാണ്. ഞങ്ങൾക്കിപ്പോൾ എത്തേണ്ടത് ആ മരത്തിൻ്റെ സൈഡിലാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ പുല്ലിൻ്റെ ഇവിടെയൊക്കെ മണ്ണുണ്ട്. ആ മണ്ണ് പിടിച്ച് അവിടം വരെ എത്താൻ പറ്റും. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇറക്കമുള്ളതുകൊണ്ട് റിസ്ക്കാണ്. നോക്കട്ടെ, പണിക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ കണ്ട അങ്ങൊരു പൊട്ടുപോലെ കാണുന്നുണ്ട്. അതിലിറങ്ങാൻ പറ്റുമോ നോക്കാൻ. അപ്പം നോക്കട്ടെ, ഇറങ്ങാൻ പറ്റുമായിരിക്കും വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഈ എഡ്ജിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അവിടുന്ന് ഇവിടെ താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് കണ്ട ഇതിങ്ങനെ ചെരിഞ്ഞ് പോകുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ എന്തോ വന്നിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇതുണ്ട, കാണുന്നുണ്ടോ? ഇതൊക്കെ ഉണ്ട്, നിറച്ചുണ്ട്. ഇത് എന്തായാലും എന്താണെന്നറിയില്ല. കണ്ട കംപ്ലീറ്റാ ഇവിടെ സ്ഥിരമായിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് താഴെ പോക്കാണ് റിസ്ക്. ആ മരമാണ് ടാർഗറ്റ്. അല്ലേ, നടക്കൂലല്ലേ? എവിടെയല്ലേ? അവിടെയല്ലേ? നോക്കണേ കേട്ടോ, ശ്രദ്ധിക്കണേ. ലെപ്പേഡാണോ നിങ്ങൾക്കറിയോ? ഇതുണ്ടോ? ഇതെന്തായാലും നോൺ വെജ് കഴിക്കുന്ന പ്രിഡേറ്റേഴ്സിൻ്റെ ആണ്. എന്തായാലും പുല്ല് കഴിക്കുന്ന ജീവിൻ്റെ അല്ല. ഞാൻ ക്രോൾ ചെയ്തിട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. വേണ്ട, ഇതിങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് വേണ്ട, ഇങ്ങനെ മേലോട്ടേക്കാണ്. അത് ക്രോൾ ചെയ്ത് മൂപ്പർ ഇരിക്കുന്നുണ്ട. അപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്ഥലമുണ്ട്. അത് ഏകദേശം ഒരു 10 അടി ഉണ്ട് ഇവിടുന്ന് താഴോട്ടേക്ക്. അത് ജമ്പ് ചെയ്യാൻ പറ്റും, എനിക്ക് ജമ്പ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഇവിടെ ഒരു മരവും കാണുന്നു. ഈ മരത്തിലൊരു കയറ് കണ്ടു കേട്ടോ. ഇവിടെ ഒരു മിനിറ്റ്. അയ്യോ, ഇത് മരത്തിൽ ആരോ വെച്ച കയറാൻ തോന്നുന്നുണ്ട്. ഇത് കണ്ട പഴയ കയറാ. പൊട്ടു, ഇത് പൊട്ടിപ്പോ? എവിടെ എത്തിയ? ഏത് മരം? ഈ മരത്തില്. ഈ മരത്തിൽ തൂക്കിയിട്ടതാ കയറ് ഇവിടെ. അല്ല, ഇത് ഈ താഴെയുള്ള ഫാമുകാർ ഇന്ന് കയറാൻ വേണ്ടി വെച്ചായിരിക്കും. ഇത് ആ അത് മതി, അത് കിട്ടിക്കോ. ഞാൻ ഇറങ്ങണ്ടേ? അല്ല, ഞാൻ അവിടെ ഇറങ്ങിയിട്ട് താഴെ കയറി ചാടിത്തരാം. അപ്പൊ ഇത് ഇവിടെ കെട്ടിയാ മതി. താഴെ പോയി ഞാൻ സപ്പോർട്ട് ചെയ്താ പോരെ. താഴെ പോയിട്ട് ഇവിടെ വെച്ച് മറന്നുപോയി. ഒരുപാട് ദൂരം വരണ്ടേ. ഒന്ന് തിരിച്ചു പോയിട്ട് താഴോട്ടേക്ക് ഇറങ്ങണം. അത് ട്രൈപോഡ് എടുക്കട്ടെ. എവിടെ വെച്ചത്? ഇവിടെ വെച്ചിട്ട് ഫുള്ള്
നനഞ്ഞിരിക്കേ പാറ. നേരത്തെ ഇവിടെ എവിടെയോ നിന്നത്. ഇത് കാണുന്നില്ലല്ലോ. ആ അവിടെ ഉണ്ടായിരുന്നു, അവിടെ ഉണ്ട്. കിട്ടി ട്രൈപോഡ് കിട്ടി. ഇനി ഡ്രോണാണ് നോക്കണ്ടത്. പിന്നെ തിരിച്ച് അവിടത്തേക്ക് തന്നെ പോകണം. ഒരു കയ്യിൽ ട്രൈപോഡ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്ന് ക്യാമറ എന്തായാലും പശുവിനെ കെട്ടിയതല്ലേ. നോക്കി ഫുള്ള് മുള്ളായിരിക്കും. എന്തട്ടെ ചോളനുറുമ്പല്ലേ, പുളിയുറുമ്പ്. ഇവിടെ ഉറുമ്പിനൊക്കെ എൻ്റെ കഴുത്തിന് കടിച്ച്. ട്രൈപോഡ് താഴത്തുള്ള മുള്ളു കുടുങ്ങിയിട്ടുള്ള പിടിച്ചിറങ്ങണേ. നോക്കിറങ്ങട്ടാ, കൈവിട്ട താട്ട് കൊല്ലി പോവോ? നെറ്റിൽ തല കുനിച്ച് അങ്ങോട്ട് പോട്ടെ, എന്നിട്ട് ഇറങ്ങി പോട്ടെ. ഇവിടുന്ന് പൊന്താൻ പറ്റുമോ? നോക്ക്, ഇവിടെ കുഴിയുണ്ട് താഴെ. ശരിയായ ഇപ്പൊ ഞാനെങ്ങനെ ഇറങ്ങാം? ആ നമ്മള് മാക്സിമം അഡ്വഞ്ചർ ക്രോസ് ചെയ്തിട്ട് താഴെത്തിയിട്ടുണ്ട്. എൻ്റെ കോലം കണ്ട ഇനി നമുക്ക് പോകേണ്ടത് മൊത്തം ഇതാ കംപ്ലീറ്റ് വേർത്ത് കുളിച്ചിട്ടുള്ള. ഇതിപ്പം കാടാണ്ട, ഇത് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇത് പ്രൈവറ്റ് ആണ്, പബ്ലിക് മറ്റേ ഫോറസ്റ്റ് അല്ല. ഇത് ഫോറസ്റ്റ് അല്ല, പബ്ലിക് എന്താ പറയുക, പ്രൈവറ്റ് ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓടിൻ്റെ ഒരു വീഡിയോ പോലെ എന്തോ കാണുന്നുണ്ട് അവിടെ. ആ വീടല്ല, അത് പൊളിഞ്ഞടക്കുകയാണ്. ഇതേ വഴിയാണ് ഇപ്പോൾ പോകേണ്ടത്. അവിടെയാണ് ഡ്രോൺ ഉള്ളത്, ആ മരത്തിൻ്റെ താഴെ. ആ മരത്തിൻ്റെ താഴെയാണ് ഡ്രോൺ ഉള്ളത്. അപ്പോൾ നോക്കട്ടെ, പോയി നോക്കട്ടെ. ഇത് ഇറങ്ങൽ വലിയ പാടായിരുന്നു, പക്ഷെ അതിനേക്കാളും പാടാണ് ഇത് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കൽ. ഓക്കെ, അവിടെ ഒരു കാറ് കാണുന്നത്. ഇത് ഇവിടെ നോക്കിയാ, ഇവിടെ കണ്ടാ, അവിടെ ഒരു കാറ് കണ്ടാ. എനിക്ക് തോന്നുന്നു ഇത് പണ്ട് ആരൊക്കെയോ ഉപയോഗിച്ചിട്ടുണ്ട് ഈ വഴി, അതിന് വേണ്ടി വെച്ച അതേ ആളുകളുടെ കയറാണ് ഞങ്ങൾക്ക് കിട്ടിയത് ആ മരത്തിൽ നിന്ന്. മനസ്സിലായില്ലേ? രണ്ട് മരത്തിൽ ആദ്യമേ കടന്ന കയറാണ്, അല്ലാണ്ട് നമ്മൾ എടുത്തുകൊണ്ടാന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ.
ഓക്കെ നടക്കട്ടെ. ഇത് ഇവിടെ ഫുള്ള് നഞ്ഞ് കിടക്കുക കേട്ടോ, സ്ലിപ്പറി, അതുകൊണ്ട് ഫോൺ പിടിച്ച് നടക്കില്ല. ഓക്കെ ഓഫായി തോന്നുന്നു കേട്ടാ, ഡ്രോണ് ഓഫായിട്ടുള്ള വേണ്ട ഇവിടെ കണക്റ്റ് ആവണില്ല കണ്ടോ. ആ അത് അതിനെത്ര ചാർജ് ഉണ്ടായിരുന്നു എടുക്കുമ്പോൾ? ചാർജ് ഉണ്ടായിരുന്നു, പക്ഷേ ഓഫായി. ആ സമയത്ത് നല്ല കോട ഉണ്ടായിരുന്നു അല്ലേ. നോക്കാം എന്തായാലും. ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കണ്ട, ഈ മരത്തിൻ്റെ കീഴിലാണ് അതിൻ്റെ ലൊക്കേഷൻ കാണിച്ചത് നേരത്തെ. ഒരു മിനിറ്റ്, അവിടെ എന്തോ ഒരു വെള്ള കളർ പോലെ ഉണ്ട്, അവിടെ എന്തോ ഒരു കണ്ട. ഇതിനകത്തേക്ക് കയറാവാ. ഇതാ ഇവിടെ കാണിക്കുന്നത് ഈ മരത്തിൻ്റെതായ. അന്ന് നേരത്തെ കാണിച്ചേ, ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയും കേവാ, ഇതിൽ മൊത്തം കേവാണല്ലോ. ഇതുണ്ടാ കിട്ടിയാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ കഷ്ടപ്പെട്ടു. ഡ്രോണ് ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പാടല്ലേ. ആടക്കെ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മേലെ പോകാൻ പോരെ. അതാണ് കണ്ടത് ഞങ്ങള്. ഇല്ല, അത് തന്നെ താഴ്ന്ന് കണ്ട ആ പ്ലാവാണ്. മൊത്തം കേവാണല്ലോ. കാട്ടുപൂച്ച ഉണ്ടാവും തോന്നുന്നു. ഇവിടൊക്കെ കാട്ടുപൂച്ചന്റെ കാഷ്ടങ്ങൾ. സ്മെല്ല് അടിക്കുന്നുണ്ട്. നോക്കണേ, വൈറ്റ് കളർ ഉണ്ടോ നോക്ക്. ഡ്രോൺ എനിക്ക് തന്നെ കിട്ടും. പാടച്ചോനെ ഞാനറിയില്ലേ, ഞാൻ കാട്ടുപൂച്ചാന്ന് തന്നെ പറയുള്ളൂ. കടുവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതന്നെ പറഞ്ഞത്. എവിടെ ഇത് ഒരു മിനിറ്റ് കാണിച്ചു കൊടുക്കട്ടെ. ഇത് കാട്ടുപൂച്ചയാണ് വേണ്ട. എൻ്റെ കൈ നോക്ക്, അതിൻ്റെ സൈസ് നോക്ക്. എനിക്ക് തോന്നുന്നില്ല ഇത് കാട്ടുപൂച്ച. ഇതാ ഇവിടൊക്കെ ഉണ്ട്. ഇവിടെ സ്മെല്ലും അടിക്കുന്നുണ്ട്. ഞാൻ വിളിച്ചോളാം. ഞങ്ങൾ താഴെ എത്തി, ഒരുപാട് നോക്കി, എല്ലാ സ്പേസിലും നോക്കി. മറ്റേ പ്ലാവിലുള്ള വിഷ്വല ലാസ്റ്റ് കണ്ട് ആ ഡ്രോണ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ. പക്ഷെ അതവിടെ സ്റ്റക്കായി എന്ന് കാണിക്കുന്നുണ്ടായിരുന്നു സിഗ്നലിൽ. അപ്പോൾ എല്ലാ ഭാഗത്തും നോക്കി. എനിക്ക് പോകാൻ താല്പര്യമില്ല, ഡ്രോൺ എടുത്തിട്ട് തന്നെ പോകണം എന്നുള്ള ഒരു വാശിയിലുള്ളത്. പക്ഷേ ഈ ഒരു കാടായതുകൊണ്ട് അത് എവിടെയാണെന്ന് വെച്ചിട്ട് അന്വേഷിക്കും എന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ താഴെയൊക്കെ ഇറങ്ങി വന്ന് പിന്നെയും മേലോട്ട് കയറിയതാണ് ഇവിടം വരെ. അവിടെ നിന്ന് അതിന് മേലെ നിന്നാണ് ഞങ്ങൾ വന്നത്. അങ്ങോട്ട് എന്തായാലും പോകാൻ പറ്റില്ല. പോകാൻ പറ്റും, അതിലേ പോകണം. ഞങ്ങൾ ആ കയറ് കെട്ടിയില്ലേ, ആ കയറ് പിടിച്ച് തന്നെ പോകണം. പക്ഷെ അതൊന്നും നടക്കില്ല, വെള്ളവും ഒന്നുമില്ല കയ്യിൽ, ഫുള്ള് കാടുമാണ്. മറ്റേ നൗഷാദിന് എവിടെ പോകാനുണ്ട്, ഹോസ്പിറ്റലിൽ എവിടെയും പോകാനുണ്ട്. നമ്മൾ വൈൻഡപ്പ് ചെയ്ത് പോകായിരുന്നല്ലോ, അപ്പോൾ ഈ ഡ്രോണിൻ്റെ പ്രശ്നം വന്നു. ഇനിയിപ്പോൾ നോക്കട്ടെ, എന്തായാലും വൈൻഡപ്പ് ചെയ്തതാ. ഡ്രോണ് കിട്ടുമെന്നും നോക്കട്ടെ. കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് പറയാം, അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ വരാം. ഡ്രോൺ ഉണ്ടാവില്ല ഇനി. ഓക്കെ, ബൈ.